അതുപോലെ തന്നെ വി ഡി സതീശൻ ഇന്നലെ പറയുന്ന ഒരു ഹവാല ഇടപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മുക്കിക്കളയാനാണ് ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വെച്ചത് എന്നും പറയുന്നുണ്ട്. പിന്നെ മനുജ് ഇപ്പൊ സൂചിപ്പിച്ചത് ആ ഓഡിയോ സന്ദേശത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു എതിരഭിപ്രായമുള്ളത്, രാഹുൽ മാങ്കൂട്ടം നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യാമായിരുന്നു എന്നും. ഇത് ആ സ്ത്രീക്കും ബാധകമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാഹുൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ തീരുമാനിച്ചത്, നമ്മളുടെ പ്ലാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വ്യക്തമായി അവർ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിച്ചപ്പോൾ അതിലുണ്ടായ ഒരു എന്താ പറയുക, പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്തുള്ള ഒരു കോളായിട്ട് വേണ്ടേ നമുക്കതും പരിഹരിക്കാൻ. പിന്നെ ഇത്തരം ഒരു വിഷയമുണ്ടായ അവരുടെ പേഴ്സണൽ സംഭാഷണമാണത്. അത് ആരാണെന്നോ എന്താണെന്നോ പരാതി ഉണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. ഇത് ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തു വന്നു എന്ന് മാത്രം, അതിൽ രാഹുലിന്റെ ശബ്ദം വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ആ പെൺകുട്ടിക്ക് ഒരു പരാതിയോ ഇനിയിപ്പോൾ ആ പെൺകുട്ടി ഒരു പക്ഷേ മുന്നോട്ട് വന്ന് പറയുകയാണത് ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു ചെറിയ സംഭാഷണമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വഴക്കിലിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ സംഭാഷണമാണ്, അതിൽ എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ഒരു പരാതിയും ഇതുവരെ പരാതി വന്നിട്ടില്ല. നമുക്ക് പരാതി വരാതിരുന്നതുകൊണ്ട് ഇയാൾ മാന്യനാവുന്നു അത് ഒരിക്കലും ഞാൻ രാഹുലിനെ ന്യായീകരിക്കുകയോ ഒന്നുമല്ല. പക്ഷെ ആ ഓഡിയോയെ പറ്റി പറയുമ്പോൾ അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗം ഇതുവരെ ആരും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അത് മുൻനിർത്തിയാണ് വലിയ ചർച്ചകളും കാര്യങ്ങളും എല്ലാം. രാഹുൽ വളരെ വ്യക്തമായി അതായത് പല പ്രസംഗങ്ങൾക്കിടയിലും അത് പൊതുപ്രവർത്തകൻ പബ്ലിക്കായി ഓഡിറ്റിന് വിധേയനാകപ്പെടണമെന്നും മുകേഷിന്റെ ഓഡിയാണ് പുറത്തു വന്നിരുന്നത്. മുകേഷിനെതിരെ പ്രശ്നം വന്ന സമയത്ത് ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ പബ്ലിക്കായി ഓഡിറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് രാഹുലിന്റെ അതേ ധാർമ്മികതയുടെ മീറ്റർ വെച്ച് രാഹുലിനെ തന്നെ പരിശോധിച്ചാൽ രാഹുൽ കുറ്റക്കാരൻ. അതുകൊണ്ടാണല്ലോ രാജിവെക്കുന്നതിലേക്ക് വരുന്നത്. അതുകൊണ്ട് രാഹുലിനെ അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഓഡിയോയുമായി ബന്ധപ്പെട്ട എന്റെ അഭിപ്രായം, നോക്കൂ, ഒരു സ്ത്രീയാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കുട്ടിയെ ക്യാരി ചെയ്തതിൽ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ധാർമ്മികപരമായും നിയമപരമായും ആ പെൺകുട്ടിയുടെ ചോയ്സ് മാത്രമാണ് അതിനെ കുട്ടിയെ കൊണ്ടു നടക്കണോ അബോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതിലേക്ക് ഒരാൾക്ക് നിർബന്ധിക്കാനേ സാധിക്കില്ല. പിന്നെ ഈ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുലിനെതിരെ 1-2 അല്ല, KSUവിലെ 2 പെൺകുട്ടികൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ പരാതികൾ വരുന്നു, അവിടെ ഇവിടെയൊക്കെ പരാതി വരുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഒരു കെയറേട്ടനായിട്ട് നടക്കുകയായിരുന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ എക്സ്പോസ്ഡ് ആയി. ഞാൻ ഒരിക്കലും ഒരു ആണും പെണ്ണും ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അത് അവരുടെ വ്യക്തിപരമായ പൂർണ്ണമായും അവരുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ ഇടയിൽ മാത്രം നിൽക്കേണ്ട ഒരു കാര്യം. അതിൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കും, അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും പറയാൻ അധികാരമില്ല. പക്ഷെ വൺസ് അത് ആ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്യപ്പെടുകയും അത് റൂൾ ഓഫ് ലോയ്ക്ക് എതിരാവുകയും അവിടെ ഒരു ഒഫൻസ് നടക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊരു ആൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് വരിക മാത്രമാണ്. ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയം ആകെ നാറിയ അവസ്ഥയിലാണുള്ളതെന്ന് പറയേണ്ടി വരും.